ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ഡിലേ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സത്യത്തിൽ ഇതിപ്പോൾ ഏകദേശം ഈ വീഡിയോ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് 1 മന്തിന് മേലായിട്ടുണ്ട്. അതായത് ഞങ്ങൾ ലീവൊക്കെ കഴിഞ്ഞ് ഞാനും അച്ചാച്ചനും മാത്രമായി കുഞ്ഞുമണീസിനെ നാട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ മാത്രമായിട്ട് തിരിച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണിത് കേട്ടോ. എടുത്ത് വെച്ച് ഏകദേശമൊക്കെ എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. കുറേ ബിസിയും കാര്യങ്ങളുമായിട്ടൊക്കെ പോയി. പിന്നെ വീണ്ടും നാട്ടിൽ പോയിട്ട് വന്ന് കുഞ്ഞുമണീസിനെ വിളിക്കാൻ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ചെറിയൊരു പനിയും കാര്യങ്ങളും. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചെങ്കിലും അതിനൊരു വോയിസ് കൊടുക്കാൻ, റെക്കോർഡ് കൊടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ അതൊന്ന് ചെയ്തേക്കാമെന്ന് വിചാരിക്കുകയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അതായത് ഞങ്ങൾ അന്ന് നാട്ടിൽ പോയിട്ട് ഞാനും അച്ഛൻ തന്നെ തിരിച്ച് വന്നതിന് ശേഷം 2-3 ദിവസമായിട്ട് അച്ഛന് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങ് പോയി. സെക്കൻഡ് ഡേ നമ്മൾ വെറുതെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് ഭയങ്കര ബോറായിരുന്നു കേട്ടോ. നമുക്കിരിക്കാനേ പറ്റിയില്ല, എന്താ ചെയ്യാമെന്ന് പോലും അറിയാതെ രണ്ടുപേരും മാത്രം. അപ്പോഴേ തോന്നി കുഞ്ഞുമണീസിനെ നിർത്തിയിട്ട് വരണ്ടായിരുന്നു, അത്രയ്ക്ക് ബോറായിട്ട് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി 2 ദിവസങ്ങളുണ്ട്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാം, ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങാമെന്നൊക്കെ വെച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ നമ്മുടെ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്തിരി ലെങ്ത് ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ വീഡിയോ ഞാൻ മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബാംഗ്ലൂരിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഈ ട്രാഫിക് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു 5 മിനിറ്റ്സ് ഇടവിട്ട് നമ്മൾ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു പ്രോബ്ലമാണ് കേട്ടോ. സിറ്റികളിൽ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമാണത്. നമ്മുടെ ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വന്ന് ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കിട്ടില്ലല്ലോ. വല്ല ജാതിയോ എന്താണ് പറയുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ഷൻ്റെ പ്രചരണം ഒക്കെ വരുമ്പോഴായിരിക്കും വല്ലപ്പോഴൊക്കെ ഒരു ട്രാഫിക്കിൽ വന്ന് കിടക്കുക നമ്മുടെ ആ ഏരിയയിലൊക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അറുപൂറായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ട്രാഫിക്ക് വന്ന് കിടക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറേ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ കടന്ന് ഞങ്ങൾ ലാൽബാഗിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈം വരികയാണ്. ഇപ്പോൾ ഏകദേശം ബാംഗ്ലൂർക്ക് വന്നിട്ട് 2 വർഷം ആവുന്നു. എന്നിട്ട് ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ വന്ന് പാർക്കിംഗ് ഒക്കെ ചെയ്തു. നേരെ എൻട്രി പാസ് എടുത്ത് കയറുമായിരുന്നു. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞുമണീസിനെയും കൊണ്ടുകൂടെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് അവരെ കാണിക്കണമെന്നൊക്കെയുണ്ട്. അപ്പം ഞങ്ങൾ എൻട്രി ചെയ്തു. അവിടുന്ന് നമ്മൾ നടന്ന് പോകുമായിരുന്നു. അതല്ലാതെ നമ്മൾ ഇലക്ട്രിക്കൽ കാറുണ്ട് ഇവിടെ കേട്ടോ. നടക്കാൻ വയ്യാത്തവർക്ക് വേണ്ടി ഇലക്ട്രിക്കൽ കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നടന്ന് പോകുമായിരുന്നു. നടന്ന് നമ്മൾ കാണുന്നതാണല്ലോ എപ്പോഴും അതിൻ്റേതായൊരു ഭംഗി എന്ന് പറയുന്നത്. നല്ലൊരു ഇതാണ് കേട്ടോ, ആംബിയൻസ് ആണ്. നല്ല നമുക്ക് സൈലൻ്റായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരുപാട് പ്ലേസ് ഉണ്ട് ഇവിടെ ഇതിനകത്തായിട്ട്. നമുക്കൊരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇതിനകത്ത് കയറി ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഡ്രസ്സിൽ എടുത്തിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട്, റീൽസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രിക്കൽ വണ്ടി ഉണ്ടെന്ന്. ഇങ്ങനത്തെ വണ്ടിയാണുള്ളത്. ഒരു ട്രിപ്പിലൊരു 10-20 പേർക്കൊക്കെ നമുക്ക് അതിൽ പോകാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. വെള്ളം, ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ചെറിയ കടകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളിത് കണ്ടോ, ഇത് ശ്രദ്ധിച്ചോ? സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അതൊരു ക്ലോക്കാണ് കേട്ടോ. കറക്റ്റ് ടൈം അത് കാണിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോൾ അതൊരു ക്ലോക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാം കാണാനും കണ്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആളും കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറേ പീസായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒന്നും അധികം ആരുമില്ല. ഞങ്ങൾ പോയ ഇടയ്ക്ക് കുറേ പേരിങ്ങനെ യോഗയൊക്കെ ചെയ്യുന്നതും നല്ല പീസായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് ആ രീതിയിലൊക്കെ ഇരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നല്ല മൈൻഡ് നല്ല ഫ്രഷായിട്ടിരിക്കാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായ കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ കേട്ടോ. ഇതെന്ന് പറയുന്നത് ഈ ഒരു ലാൽബാഗിൻ്റെ ഇത് ചെയ്ത രാജാവാണ് കേട്ടോ.
അതിൻ്റെ പ്രതിമയായിരുന്നു അത്. പിന്നെ ഞങ്ങൾ വീണ്ടും നടന്ന സമയത്താണ് കുറേ മൈനകളെ കണ്ടു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇൻസെക്ട്സിന് വേണ്ടി അവർക്ക് വന്ന് നിൽക്കാനുള്ള അതായത് അവരൊരു പേരിട്ടേക്കുന്നത് ഇൻസെക്ട്സ് കഫേ എന്നാണ് കേട്ടോ. അതായത് ഇൻസെക്ട്സ് ഒക്കെ വന്ന് അതിനകത്തിരുന്ന് മുട്ടയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ പല ഭാഗത്തായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നീറ്റായിരുന്നു. നമ്മൾ പോയ ആ ഒരു ടൈം എന്ന് പറഞ്ഞത് ചെറിയ ചൂടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് അധികം ഈ നടക്കുന്നിടത്തൊക്കെ മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വെയിലൊന്നും കൊള്ളാതെ നമുക്കെല്ലാം കാണാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെ ആയിരുന്നു എല്ലാം കേട്ടോ. ബാംഗ്ലൂർ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ആണ് ഈ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. കണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നല്ല കൂളായിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വാഗമണ്ണൊക്കെ കാണുന്ന പോലെ പൈൻ ട്രീ പോലെ, ഇത് പൈൻ ട്രീ അല്ല, ആ അതേ മോഡലിൽ വരുന്ന ഒരു ചൈനീസിൻ്റെ കേട്ടോ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വൃക്ഷങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പൈൻ ട്രീ പോലെ തന്നെയാണ്. കണ്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് നടന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാനും മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി വെക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളായിരുന്നു. അതുപോലെ നിങ്ങൾ ആ പറന്ന് വന്ന് കണ്ടില്ലേ, അതെന്താണെന്ന് മനസ്സിലായോ? അത് ഈഗിളാണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു ഈഗിൾസ്, ചെറിയ ടൈപ്പ് ഉള്ളത് കേട്ടോ. അതുപോലെ ഈ മരം, ഇതെല്ലാം ചൈനീസ് മരങ്ങളാണ്. നമ്മുടെ കൊട പോലാണ് ഇരിക്കുന്നത് ശരിക്കും കേട്ടോ. ഒരു കൊടയുടെ ആകൃതിയാണ്. ഞാൻ കാണിക്കാം, ഞാൻ ഒരെണ്ണം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കൊട പോലെ തന്നെ ഇരിക്കും. അതിങ്ങനെ തട്ടായിട്ട് മുകളിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്ന ഇതാ കണ്ടില്ലേ, കൊട പോലാണത്. നമ്മുടെ കൊട എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിലാണ്. കൊട നമ്മൾ തിരിച്ചു വെക്കില്ലേ, ആ ഒരു ടൈപ്പിൽ കൊട്ടയുടെ ഒക്കെ കൂട്ടിയിരിക്കുന്ന ഒരു മോഡലിലാണ് ആ ഒരു മരം എന്ന് പറയുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈഗിളുണ്ടത് കണ്ടില്ലേ, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറേ നടക്കാനുണ്ട് കേട്ടോ. കുറേ നടന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ അവർ ചിലപ്പോൾ നടക്കാൻ വയ്യാന്നൊക്കെ പറയും. എന്തായാലും സാരമില്ല, ഇരുന്ന് റെസ്റ്റ് എടുത്തൊക്കെ 1 ഡേ ഫുള്ളായിട്ട് ഇരുന്ന് നമുക്ക് കണ്ടു കേട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. കുറേശ്ശെ നടന്നെടുത്തൊക്കെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു മരത്തിൽ അത് കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. മരത്തിൽ കൊത്തി വെച്ചിരിക്കുകയാണ് ഓരോ ശില്പങ്ങളായിട്ട്. അതായത് ഇതൊക്കെ ഉണ്ടല്ലേ, ഈഗിളിൻ്റെ പടമുണ്ട്, ഔളിൻ്റെ ഇതുണ്ട്, മങ്കിയുടെ ഉണ്ട്, ഹോഴ്സ് ഉണ്ട്, ലയൺ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ആ ഒരു മരത്തിൻ്റെ കുറ്റിയിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. കുറേ മൃഗങ്ങളും ബേർഡ്സും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പാമ്പ്, മുതല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, അതായത് ആനയുടെ കൊമ്പ് പോലെ വന്നിട്ട് താമരപ്പൂ പോലെയൊക്കെ വന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ശില്പമാണത് കേട്ടോ. ഇതെല്ലാം മരമാണ്, മരത്തിൽ കൊത്തി വെച്ച് അവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ, മരത്തിൻ്റെ കുറ്റിയിൽ. അങ്ങനെ തന്നെ വേറൊരെണ്ണമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ പാമ്പും മുതലയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഒന്നുകൂടെ ഒരു മെയിൻ്റനൻസ് ആയിട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി തോന്നിയേനേന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അതെന്ന് പറയുന്നത് കേട്ടോ. ഈ മരത്തിൽ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മരം കണ്ടോ, മാവാണ്, നിറച്ചു മാങ്ങയുണ്ട്, അടിപൊളി തണൽ വേകുന്ന ടൈപ്പിലാണ്. മരങ്ങൾ ഇഷ്ടം പോലുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് അധികം വെയിൽ തോന്നില്ല. തുറസായ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടോട്ടൊക്കെയാണ് വെയിൽ തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു. ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. കുറേ സ്ഥലങ്ങൾ വീണ്ടും എന്തൊക്കെയോ വർക്കും കാര്യങ്ങളും, അതായത് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം ക്ലോസ്ഡ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഈ കാണുന്നതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ, അതവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ, ഇതും നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അവിടേക്ക് ആ ഒന്ന് കയറിപ്പോകുന്നത്, അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞില്ല, നല്ല ചൂടുള്ള ടൈമിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് അവിടെ നല്ല വെയിലുണ്ടായിരുന്നു.
എൻ്റെ സൗണ്ട് വല്ലാതിരിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് മൂക്കടഞ്ഞടഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നും തോന്നരുത്. അപ്പോൾ അങ്ങനെ ആ പാറയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, വാട്ടർഫോളിൻ്റെയാണ് കേട്ടോ. ആർട്ടിഫിഷ്യലാണ്, അവരങ്ങനെ ഉണ്ടാക്കി വെച്ച് പമ്പ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അത്രയോടൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ പോയി അവിടെ ഒരു ബെഞ്ചിലിരുന്നു. അച്ചാച്ചൻ ബാക്കി എന്തൊക്കെയോ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് വരുന്ന ഭാഗമാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനവിടെ വീഡിയോ പിടിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ആളെന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് കേട്ടോ. പല വീഡിയോസും ഞാനിങ്ങനെയാണ് കാണാതെയും നിർബന്ധിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ എടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങളിതേ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ടിപ്പു സുൽത്താൻ്റെ ഒരു സമ്മർ പാലസ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പാലസാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ അത് വലുതായിരുന്നു കാണാം. ഇപ്പോൾ അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൺലൈൻ വഴി അവിടുന്ന് തന്നെ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എൻട്രി പാസ് എടുത്ത് കയറുമായിരുന്നു. ഈ പാലസ് ഞാൻ അധികം കാണിക്കുന്നില്ല, കാരണം ഇതിനകത്ത് നിന്നുള്ള കുറേ വീഡിയോ ഷോർട്സ് ഞാൻ നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയൊരു ഭാഷ ഈ കാണുന്ന അത്രയേ ഉള്ളത്. അത് അപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 2 മണി ആയായിരുന്നു. നമുക്ക് വിശപ്പൊക്കെ കയറി. ഇനി തിരിച്ചു പോകാം, ക്ഷീണിച്ചു, വെയിലൊക്കെ കൊണ്ടില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ക്വാർട്ടേഴ്സിനോടൊക്കെ ചേർന്ന് കമലഹള്ളിയിൽ തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നുപോയി. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്, നമ്മുടെ കേരള ഫുഡുകളെല്ലാം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇതിനകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ലാലേട്ടനെയും ശ്രീനിവാസിനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് ഊണ് കിട്ടിയില്ല കേട്ടോ. ഊണ് കഴിക്കാനായിട്ടാണ് പോയത്, അപ്പോൾ അത് കിട്ടിയില്ല. ഞാൻ വാങ്ങിയത് പൊതി ബിരിയാണിയാണ്, മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ബിരിയാണിയായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട്, ഓർക്കുവാണെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കാം. അച്ചച്ചൻ മീൻ കറിയും ബീഫ് വരട്ടിയതും പൊറോട്ടയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേയിലെയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ അക്ഷയ തൃതീയ ദിനമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എന്തെങ്കിലും പോയി, ഇതുവരെയും ഞങ്ങൾ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണ്ണമൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല. എന്നാൽ ഈ വർഷം ഒന്ന് പോകാം, കാരണം കുറച്ച് സ്വർണ്ണമൊക്കെ മാറ്റിയെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയതാണ്. നമ്മുടെ ഈ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ സ്ട്രീറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെ എല്ലാം നമ്മുടെ സ്വർണ്ണക്കടകളാണ്. ജോയി ആലുക്കാസും പിന്നെ മലബാർ ഗോൾഡ്, കല്യാൺ ജ്വല്ലേഴ്സ്, പിന്നെന്താണ് ജോസ് ആലുക്കാസ്, അങ്ങനെ എല്ലാവിധ നമ്മുടെ ജ്വല്ലറി ഷോപ്സുകളും ഇവിടാണുള്ളത്. നമ്മൾ മലബാർ ഗോൾഡിലാണ് പോയത്. നമ്മൾ കുറേ നാളായിട്ട്, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മലബാർ ഗോൾഡിൽ നിന്നാണ് കൂടുതൽ സ്വർണ്ണം എടുക്കുന്നത്. അതായത് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ നിന്നാണ് സ്വർണ്ണം എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ സ്വർണ്ണം എല്ലാം എന്ത് വന്നാലും ഇവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കാറുള്ളത്. അപ്പോൾ ബാംഗ്ലൂരിലും അതുള്ളത് കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പത്തനംതിട്ടയിലുള്ള മലബാർ ഗോൾഡിനെക്കാട്ടി ഏറ്റവും വലിയൊരു ഷോറൂമായിരുന്നത്. ഏകദേശം ഒരു 5 ഫ്ലോറെങ്കിലും ഉണ്ടായിരുന്നു. 5 ഫ്ലോർ, കറക്റ്റ് 5 ഫ്ലോർ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മാറ്റി വാങ്ങണമായിരുന്നു. അതിന് വേണ്ടി ഇവിടെയാണ് പോയത്. നമുക്ക് കൊലുസെട് മാറണമായിരുന്നു, വള മാറണമായിരുന്നു, മാല മാറണമായിരുന്നു. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു കമ്മലും മോതിരം മാത്രമാണ് എടുത്തത്. ബാക്കിയെല്ലാം മാറ്റിയെടുക്കാനുള്ളതായിരുന്നു. അതൊക്കെ മാറ്റി നമ്മൾ വാങ്ങി. അപ്പോൾ അക്ഷയ തൃതീയ ദിനത്തിൽ വാങ്ങാമെന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു കേട്ടോ. ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കാമെന്ന് വെച്ചിട്ടാണ് ആ ദിവസം തന്നെ വന്നത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. 5 ഫ്ലോറിലും നല്ല ആളുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതിനൊക്കെ അച്ഛനോട് പറയുന്നുണ്ട്, നീ വീഡിയോ ഒന്നും പിടിക്കണ്ട, എന്തിനാ അത് കാണിക്കേണ്ട, എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനത് കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് എടുത്തു. ലാസ്റ്റ് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. നമ്മുടെ ഗോൾഡൊക്കെ ഇത് കളക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ വെക്കേഷൻ ടൈമിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോയും നമ്മുടെ ചാനലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിന് ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് കുറഞ്ഞു വരുന്നുണ്ട്, വ്യൂവേഴ്സ് കുറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി എൻ്റെ പ്രസൻറ്റേഷനോ എൻ്റെ വീഡിയോസോ ഒക്കെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയുടെയും പിന്നെ എൻ്റെ ഇഷ്ടം, എൻ്റെ ഹാപ്പിനെസ് കൂടെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം വീഡിയോസൊക്കെ. എനിക്ക് കൂടുതലും ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ ഷോർട്സൊക്കെ ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ട്. ഇനിയും തുടർന്ന് ചെയ്യും. ഇപ്പം സമയത്തിൽ
വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് കേട്ടോ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസും ചാനൽസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യുകയും വേണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.